പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. നിങ്ങളെ ഒരു രണ്ട് കാര്യം ഞാൻ കാണിക്കാം. ഞാൻ ഇതിനു മുമ്പും വീഡിയോ എടുത്തിട്ടതാണ്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണുക. സ്പീഡ് കൂട്ട് ഇടത്തോട്ട് തിരിക്കുക. എവിടേക്ക് അങ്ങോട്ട് തിരിക്കണേ? സ്പീഡ് കൂട്ടാൻ. ആക്സിലേറ്റർ എന്നുള്ള സാധനല്ലേ, അതും വെച്ച് ഔട്ടോ. എന്താ ഇയാൾ കാണിക്കണേ? ഇങ്ങോട്ട് തിരിക്കാൻ. സ്പീഡ് കൂട്ട്. ഞാൻ എന്റെ റോഡിൽ ഭരതനാട്യം കളിക്കാൻ വണ്ടി പോകുന്നുണ്ട്. ഇത് പുതുപ്പള്ളി കവലയുടെ നടുഭാഗത്തായിട്ട് ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നാണ് ഒരു കലുങ്കാണ്. ആ കലുങ്കിൻ്റെ അവിടെ ഒരു വലിയ കുഴി രൂപപ്പെട്ടിട്ട് ഏറെക്കുറെ 2 വർഷത്തോളമായി. ഞാനിത് 2-3 പ്രാവശ്യം തന്നെ ഇത് വാർത്ത കൊടുത്തതാണ്. ഇതുവരെ PWD അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ നിരവധി അപകടങ്ങളാണ് മിക്ക ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂട്ടർ യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. കാരണം കവലയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിലിരിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. കാരണം അവിടെ ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണ് പഞ്ചായത്ത് ഓഫീസ്. ഉണ്ടോ, ഓരോ സ്കൂട്ടറുകാരും വന്നിട്ട് ആ കുഴിക്കകത്ത് ചാടിയിട്ടാണ് ഇപ്പം പുറയിലൊക്കെ ആൾക്കാരുള്ള സമയത്ത് അവർ കാല് കുത്തുന്ന സമയത്ത് അവരിങ്ങോട്ട് മറിയും. അതുപോലെ വാഹനങ്ങൾ വരുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് ചാടി ഇറങ്ങിയാണ് പോകുന്നത്. ലോഡും വണ്ടികളൊക്കെ കൂടുതൽ ഇത് മണർകാട് പുതുപ്പള്ളി ബൈപ്പാസ് റോഡും കൂടെയാണ്. ഇപ്പം കൂടുതൽ പുതുപ്പള്ളി പെരുന്നാളും കൂടെ വന്നപ്പോഴത്തേന് കൂടുതൽ തിരക്കായി വന്നിരിക്കുകയാണ്. ഉണ്ടോ, ബസ്സിൻ്റെയൊക്കെ അവിടെ ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചാടി മിക്ക വാഹനത്തിൻ്റെ പ്ലേറ്റ് വരെ ഒടിയുന്നുണ്ട്. രാത്രി സമയത്താണ് കൂടുതൽ. രാത്രിയിൽ ഇവിടെ ഒരു ശകലം ഇരുട്ടും കൂടെ ഉണ്ട്. ആ സമയത്ത് ഞാൻ രാത്രിയിലെ ദൃശ്യം കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. കൂടുതൽ ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഒരു കാറ് വന്നിട്ട് ഈ കല്ലിൽ ആ കാർ ഇടിച്ചാണ് ആ കല്ല് ഇളകിയത്. അതവിടെ കിടക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി അവിടെ നിന്ന് തള്ളി മാറ്റുമായിരുന്നു. ഇവിടെ എപ്പോഴും ഉള്ളത് ടാക്സിക്കാരൊക്കെയാണ്. അതുപോലെ ഇവിടെ ലോട്ടറി കച്ചവടക്കാരുണ്ട്. ഞാനവിടെ നിന്നപ്പം തന്നെ അവരെന്നോട് പറഞ്ഞ് ഇവിടെ എപ്പോഴും അപകടമാണ്. ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ കവലയിൽ ഇപ്പോൾ ഈ 1 വേ സംവിധാനം ഉള്ളതുകൊണ്ട് ആ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്വല്പം വീതി കുറവാണ്. കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് വഴിയെല്ലാം PWD അവിടെ മെയിൻ്റനൻസ് വർക്ക് ചെറിയ രീതിയിലൊക്കെ ടാറിങ് ഒക്കെ നടത്തി. എന്നിട്ട് പോലും അവർ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കവലയിൽ 1-2 കുഴികളുണ്ട്. കണ്ടോ, കാറ് ചാടുന്നത് നിങ്ങൾ കണ്ടോ? ഇതുപോലെ വാഹനമായിട്ട് വരുന്നവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു കൂടെ വലിയൊരു അപകട പതി ഇരിക്കുന്നു എന്നുള്ള അറിയത്തില്ല. അതുപോലെ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് ബെസ്റ്റ് ബേക്കറിയുടെ പാർക്കിങ്ങിൻ്റെ അകത്തോട്ട് വാഹനങ്ങൾ ഇവിടുന്ന് കയറുന്നുണ്ട്. അവിടെ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരോ എടുത്ത് ഇവിടുന്ന് മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഇവിടുന്നും കൂടെ വാഹനങ്ങൾ അങ്ങോട്ട് കയറും. അവിടുന്ന് ബേക്കറിയുടെ അവിടുന്ന് ഇങ്ങോട്ടും കൂടെ ഇറങ്ങുമ്പോഴത്തേന് മുഴുവൻ അവിടെ ഗതാഗതക്കുരുക്കുണ്ടാകും എപ്പോഴും. അതുപോലെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, പുതുപ്പള്ളിയിൽ ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം മിക്ക ദിവസങ്ങളിലും പുതുപ്പള്ളി പരിസരങ്ങളിൽ അപകടം ഉണ്ടാവും. അന്നേരം പോലീസിനെ വിളിക്കുമ്പോഴത്തേന് കോട്ടയത്തു നിന്ന് ഓടിയാണ് അവരിവിടെ വരുന്നത്. ഇവിടെ വരുമ്പം അപകടത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയും. അതുപോലെ കവലയിൽ പോലീസ് സ്ഥിരമായിട്ട് ഇപ്പം പുതുപ്പള്ളി പെരുന്നാളും കൂടെ വരുമ്പോഴത്തേന് വാഹനത്തിരക്ക് അതിഭയങ്കരമായിട്ട് തിരക്കുണ്ടാവും. ആ സമയത്ത് ഇവിടെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 12 മണിക്കൂറെങ്കിലും പോലീസിനെ ഡ്യൂട്ടിക്കിടണം. കവലയിൽ മിക്കപ്പോഴും ആൾക്കാർക്കൊരു പരാതി എന്ന് പറഞ്ഞാൽ പോലീസുകാരുള്ള സമയത്ത് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അവരിവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ, അത് അവർ കാല് കുത്തി അവർ മറിഞ്ഞു വീഴേണ്ടതായിരുന്നു. അതുപോലെ പയ്യപ്പാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ആ ഡിവൈഡർ അവിടെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും. കാരണം 1 വേ പുതുപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. 1 വേ സംവിധാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാരത് പാലിക്കുന്നില്ല. കണ്ടോ, ഇപ്പം എന്തേ അവിടെ നിന്ന് കയറി പോവുകയാണ്. അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വണ്ടിയായിട്ട് കൂട്ടിയിടിക്കുകയാണെന്ന അവസ്ഥ നിർത്തി. കണ്ടോ, വാഹനങ്ങൾ പോകുന്നുണ്ടോ? ഇത് നിയന്ത്രിക്കാനും ആരുമില്ല.
അതുപോലെ പയ്യപ്പാടിയിൽ നിന്ന് വരുന്ന ബസ് ഇതിലെ പലവട്ടം ഇതിലെ ഇവിടുന്ന് ബസ് കയറി ഒരു പ്രാവശ്യം ഞാനത് വാർത്ത കൊടുത്തതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തോട്ട് തന്നെ കയറി പോകുമ്പോഴത്തേന് വൺവേ തെറ്റിച്ച് അവർ തിരക്കില്ലാത്ത സമയം നോക്കി അവർ വലത്തോട്ട് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോഴത്തേന് അവിടുന്ന് കൂടെ വണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ബ്ലോക്ക് കൂടുതലുണ്ടാകുന്നത്. കണ്ടോ, എല്ലാ വണ്ടി അതിൻ്റെ അകത്ത് ചാടിയാണ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 2 പേര് തമ്മിലൊരു തർക്കം ഉണ്ടായി. കണ്ടോ, വണ്ടി വന്ന് ചേർന്നപ്പോഴത്തേന് ഇത് ഇപ്പോൾ ഒരു വഴക്കിലാണ് ഇത് തീരുന്നത്. കാരണം ഇതിൻ്റെ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി സ്വല്പം മാറി വീണ്ടും അലമ്പായി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ ഞാൻ. ഉണ്ട്, അവരവിടെ നിന്നുകൊണ്ട് അലമ്പാണ് അവിടെ. അതുപോലെ ഇത് അടുത്ത കാഴ്ചയാണിത്. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ ബൂത്ത് എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോൾ എല്ലാ കവലകളിലും വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം ഇടാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് എന്നാണ്. ഇതിൻ്റെ ഇത്രയും വലിയ ഹോൾ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി ആൾക്കാർ കൊണ്ടുപോയി വേസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹരിതകർമ്മസേനയുടെ മാലിന്യം ഇടുന്നെന്ന് പറഞ്ഞ പോലെ ഇത് കണ്ട കൂടും കെട്ടി ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇട്ടുകൊണ്ടിരിക്കും. ഒരാൾ ഇട്ടാൽ മതി, ബാക്കിയുള്ള ആൾക്കാരെല്ലാം അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ അകത്ത് അതിപ്പോൾ ഏറെക്കുറെ പെട്ടെന്ന് തന്നെ നിറയുള്ള വേസ്റ്റ് മുഴുവൻ ഇടും അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ ആ പ്ലാസ്റ്റിക് ഇടുന്ന ബോട്ടിലിൻ്റെ ഹോളുണ്ട്, അത് വലുതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അതിൻ്റെ അകത്തോട്ട് മാലിന്യം ഇടുന്നത്. അത് ശരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലിടാനുള്ള വലുപ്പത്തിലാകാവുള്ളൂ. അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതയാണ്.